നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. തിരുവല്ലയോർത്ത് എനിക്ക് അഭിമാനം മാത്രമാണുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ അയൽനാടായ ചങ്ങനാശ്ശേരിയൊക്കെ കാണുമ്പോഴാണ് തിരുവല്ലക്കാരെത്ര ഭാഗ്യമുള്ളവരാണെന്ന് മനസ്സിലാകുന്നത്. മധ്യ തിരുവിതാംകൂറിലെ കൊച്ചി എന്ന് തിരുവല്ലയെ വിളിക്കാമെങ്കിൽ അതേ മധ്യ തിരുവിതാംകൂറിന്റെ കുണ്ടന്നൂർ എന്ന് ചങ്ങനാശ്ശേരി അങ്ങ് വിളിക്കാം. കൊച്ചിക്ക് അടുത്തുള്ള സ്ഥലമാണ് കുണ്ടന്നൂർ. പക്ഷേ കുണ്ടന്നൂരിന് ഒരിക്കലും കൊച്ചിയാകാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെയാണ് തിരുവല്ലയും ചങ്ങനാശ്ശേരിയും. ചങ്ങനാശ്ശേരിക്കാർക്ക് ഒരു വിചാരമുണ്ട്. ചങ്ങനാശ്ശേരിയിൽ സാധനങ്ങൾക്ക് കുറച്ച് വില കുറവായതുകൊണ്ട് ചങ്ങനാശ്ശേരി എന്തോ സംഭവമാണെന്ന്. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരു തുണി വാങ്ങുക, തിരുവല്ലയിൽ നിന്ന് ഒന്ന് വാങ്ങുക. എവിടെ നിന്ന് വാങ്ങിയ തുണിത്തരങ്ങൾക്കാണ് ക്വാളിറ്റി എന്ന് മനസ്സിലാക്കുക. അതായത് വിലക്കുറവിലല്ല, ഗുണമേന്മയിലാണ് കാര്യം. അതവിടെ നിൽക്കട്ടെ. ചങ്ങനാശ്ശേരിയിലുള്ള ഒരാൾക്ക് കാര്യമായ ഒരു അസുഖം വന്നാൽ അവരെവിടെയാണ് ചികിത്സയ്ക്കായി പോകുന്നത്? ഒരു സംശയം വേണ്ട, അത് തിരുവല്ലയിലായിരിക്കും. ഇവിടെ ബിലീവേഴ്സ് ഉണ്ട്, പുഷ്പഗിരി ഉണ്ട്, TMM ഉണ്ട്. ഇനി കല്യാണത്തിന് തുണി എടുക്കണമെങ്കിലോ ഒരു സംശയവും വേണ്ട, അതിനും തിരുവല്ലയിലെത്തും. മഹാലക്ഷ്മി തന്നെ ഒന്നല്ല രണ്ടെണ്ണം. ജോളി സിൽക്സ്, കല്യാൺ സിൽക്സ്, പുളിമൂട്ടിൽ, കരിഷ്മ, അങ്ങനെ എത്ര എണ്ണം. ഇനി സ്വർണം എടുക്കണമെങ്കിലോ ഭീമ, ജോസ്കോ, ജോയ് ആലുക്കാസ്, മലബാർ ഗോൾഡ്, അങ്ങനെ അതിൻ്റെ പട്ടിക നീളുന്നു. ചങ്ങനാശ്ശേരിയിൽ ഒരു KSRTC ബസ് സ്റ്റാൻഡ് ഉണ്ടോ? വെയിലും മഴയും കൊണ്ട് കാത്തു നിൽക്കണം. എന്നാൽ തിരുവല്ലയിലോ ഇത്രയും വലിയൊരു ബസ് സ്റ്റാൻഡ് കേരളത്തിൽ വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. ഇനി റെയിൽവേ സ്റ്റേഷന്റെ കാര്യം എടുത്താലോ, പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷനാണ് തിരുവല്ല. അതേസമയം ചങ്ങനാശ്ശേരിയിലെയോ കോട്ടയം ജില്ലകളിലെ സ്റ്റേഷനുകളിൽ ഒന്ന്. പല ട്രെയിനുകൾക്കും ചങ്ങനാശ്ശേരിയിൽ സ്റ്റോപ്പ് പോലും ഇല്ല. കാണാൻ കൊള്ളാവുന്ന എത്ര സ്ഥലങ്ങൾ ചങ്ങനാശ്ശേരിയിലുണ്ട്. തിരുവല്ലയിലാണെങ്കിലോ വേങ്ങൽ, കല്ലൂപ്പാറ തുരുത്ത്, കവിയൂർ ഗുഹക്ഷേത്രം, ഭൂതത്താൻകുഴി, അങ്ങനെ നീളുന്നു. ഇനി ക്ഷേത്രങ്ങളുടെ കാര്യം എടുത്താലോ, ആയിരക്കണക്കിന് ഭക്തർ എത്തുന്ന ശ്രീ വല്ലഭ മഹാക്ഷേത്രം, കവിയൂർ മഹാദേവ ക്ഷേത്രം, തുകലശ്ശേരി മഹാദേവ ക്ഷേത്രം, നെടുമ്പള്ളി ശ്രീ ഭദ്രകാളി ക്ഷേത്രം, പാലിയേക്കര മഹാദേവ ഹനുമാൻ ക്ഷേത്രം, മീന്തലക്കര ധർമ്മശാസ്ത ക്ഷേത്രം, പാലിയേക്കര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, മലയത്ര ദേവീക്ഷേത്രം, ചാണിക്കാവ് ദേവീക്ഷേത്രം, കാവുംഭാഗം ആനന്ദേശ്വര ശിവക്ഷേത്രം, തിരുവേറങ്കാവ് ദേവീക്ഷേത്രം, അങ്ങനെ നിരവധി ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. മാർത്തോമാ സഭയുടെ ആസ്ഥാനം, ബിലീവേഴ്സ് ചർച്ചിന്റെ ആസ്ഥാനം, ഇവാഞ്ചലിക്കൽ സഭയുടെ ആസ്ഥാനം, പെന്തക്കോ സഭയുടെ ആസ്ഥാനം, അങ്ങനെ ചെറുതും വലുതുമായ എത്രയോ സഭകളുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഈ മനോഹരമായ തിരുവല്ലയിലാണ്. പ്രത്യക്ഷ രക്ഷ ദൈവസഭ എന്ന വിശ്വാസ സഭയുടെ ആസ്ഥാനവും തിരുവല്ലയിലാണ്. NSSന്റെ ആസ്ഥാനം ചങ്ങനാശ്ശേരിയിൽ ഉള്ളത് കൊണ്ട് നമുക്ക് 10ൽ 1 മാർക്ക് കൊടുക്കാം. ഇനി 4 സ്റ്റാർ 5 സ്റ്റാർ റെസ്റ്റോറൻറ്റ് ബാറുകൾ എടുത്താലോ, ക്ലബ് 7, അശോക ഇന്റർനാഷണൽ, ബസോട്ട, തിലക, എലൈൻറ്റ്, അങ്ങനെ നീളുന്നു. ആയുർവേദ ആശുപത്രികളുടെ കാര്യം എടുത്താലോ, ഡോക്ടർ BG ഗോകുലന്റെ സുദർശനമടക്കം എത്രയോ സ്ഥാപനങ്ങൾ. ഇനി ഒരു കാറ് വാങ്ങണമെങ്കിലോ അങ്ങ് ഇടിഞ്ഞില്ലം വരെ വളരെ വിശാലമായി കിടക്കുകയാണല്ലോ ഷോറൂമുകൾ. നിങ്ങൾ തിരുവല്ലയിലൂടെ ഒന്ന് വെറുതെ കറങ്ങി നോക്കൂ. എത്രത്തോളം ഫ്ലാറ്റുകൾ തിരുവല്ലയിൽ വരുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത്രത്തോളം ജനങ്ങൾക്ക് ഇഷ്ടമാണ് തിരുവല്ലയെ. നമ്മളുടെ ലാലേട്ടൻ പറഞ്ഞതുപോലെ എന്തോ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നെ. ഇത്രയും സുന്ദരമായ ഒരു വീടോ ഫ്ലാറ്റോ വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടാം, ഞങ്ങൾ സഹായിക്കാം. 96006390010203. ഇതിൽ ഏതെങ്കിലും നമ്പറിൽ വിളിച്ചാൽ മതി. തിരുവല്ല എന്നത് ഒരു സ്വപ്നമാണ്. ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. തിരുവല്ല എന്ന് കേട്ടാലോ മുഷ്ടി ചുരുട്ടി വിളിക്കണം ഒരു ജയ് നാവിൽ നിന്ന്. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.